വണ്ടിയുടെ മുന്നിൽ ചാടാൻ പറ്റുമോ? അച്ഛമ്മയെ കൊല്ലാനോ? നീ എന്ത് വർത്താനാടാ പറയുന്നത്? അതേ ഉള്ളൂ പ്ലാൻ, വേറൊന്നുമില്ല. എടാ ഞാൻ ചത്തപോലെടാ വണ്ടിക്കടി ചാടിയാൽ. ചാവണ്ട, ചെറുതായിട്ടൊന്നും ഒന്നും അഭിനയിച്ച് ഇവിടെ കിടന്ന് അഭിനയിക്കുന്നില്ല, അതുപോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. മുട്ടി അഭിനയിച്ചാൽ മതി. അതെനിക്ക് പേടിയാ. എന്നാ പൊക്കോ, എനിക്ക് വേറെ ഐഡിയ ഒന്നുമില്ല. ഷോ എന്നാലും കണ്ടുപിടിക്കടാ, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കടാ. അവളെ വിടരുത്, എനിക്കതാ. പൊക്കോ, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കണേ. ആ വാടാ ഉച്ച. അല്ല നീ വരണ്ട. ഓ ഞാൻ എന്തെങ്കിലും ഒരു. നീ ഇപ്പോൾ നടന്നോ? നീ ഒളിഞ്ഞേക്കുമല്ലായിരുന്നോ? എന്ത് ഈ മുറി പോ, ഇറങ്ങി പോ പോ പോ. ആന എടാ പോടാ. അല്ല ചേട്ടൻ എന്നോട് പോവാറുണ്ട്. ചേട്ടപ്പ എങ്ങോട്ടാ പോകാൻ നോക്കി? ഒരു ഓസ്കാർ അവാർഡ് വാങ്ങാൻ വരുന്ന കാണിക്കാം. ഒന്നും കാണും, ഒന്ന് കമ്പൂസ് പോലെ മതി. ഇതാണ് നമ്മുടെ അടുക്കള. ഇതായിരുന്നല്ലേ നമ്മുടെ അടുക്കള? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അമ്മ. അറിയില്ലല്ലോ, അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ ടൂറിന് പോകുമ്പം 2 ദിവസത്തേക്ക് ഈ അടുക്കള ഇതുപോലെ തന്നെ വെക്കണം. തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഈ അടുക്കള എടുത്തോണ്ടേ നാട് വിടാനൊന്നും പോണില്ല. അല്ല, അടുക്കള എടുത്ത് നാട് വിടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അടുക്കള അലങ്കോലാക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ ഞങ്ങൾ വൃത്തിയായി തന്നെ വെച്ചോളാം. ഒരേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 2 പേർക്കും കൊള്ളാം. ഇതിലും വൃത്തിയായിട്ട് വെച്ചോളാം. ഇത് അത് തന്നെ പറഞ്ഞത്, അത് നിങ്ങൾക്ക് കൊള്ളാന്ന്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലാ? അമ്മ പോണ 2 ദിവസം ഇല്ലേ ടൂറിന് പോണേ? ആ 2 ദിവസം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വേലക്കാരിനെ വെക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. നീ ഒരാളെ അല്ലേ പറയുന്നേ? ഞാൻ 2 പേരെ വെച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ശമ്പളം കിട്ടും? ശമ്പളം കിട്ടത്തില്ല, കൈവീശിട്ടൊന്നും നല്ലോണം കിട്ടും. കോട്ടിക്കമ്മ കോട്ടിക്ക് 2 അവക്ക് മാത്രല്ല നിനക്കും കിട്ടും. എനിക്ക് വേണ്ട, ഞാൻ തന്നെ കൈവീശിക്കോളാം. അങ്ങോട്ട് നോക്കിയേ, ആ മുകളിലെ കബഡിൽ കണ്ടോ? അവിടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ കബഡിലേക്ക് നോക്ക്, അവിടെ അരിയും പയറും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ തീരാറായിട്ടാണ് ഉള്ളത്. അത് അച്ഛനോട് മേടിക്കാൻ പറയണം, ആവശ്യം ഉണ്ടെങ്കിൽ. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ? അല്ല, പോയിട്ടെങ്കിൽ തിരിച്ചു വരാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? അധികം ഡൗട്ട് ചോദിക്കാൻ നിൽക്കല്ലേ മക്കള്. അല്ല അമ്മ, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അവിടെയാണ് മഞ്ഞപ്പൊടി ഇരിക്കണേ, ഇവിടെയാണ് അരി ഇരിക്കണേന്നൊക്കെ. ഇതൊക്കെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാനോണ്ടിരിക്കണേ? അതെന്റെ മക്കൾക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ മക്കള് ഫോൺ ചെയ്ത് ചോദിക്കുന്നില്ലേ, അമ്മ മഞ്ഞപ്പൊടി എവിടെയാ വെച്ചേ, ഉപ്പ് എവിടെയാ വെച്ചേ, ഉള്ളി എവിടെയാ വെച്ചതെന്ന്? അങ്ങനെ ചോദിക്കാതിരിക്കാനാ ആദ്യമേ പറഞ്ഞത്. 2 ദിവസത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നല്ല കാര്യം. അമ്മ പേടിക്കണ്ട അമ്മ, ഇവിടുത്തെ പാചകത്തിന്റെ പരിപാടി മൊത്തം ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ മോള് പാചകം മാത്രം ചെയ്യരുത്, വേറെ എന്ത് പണിയും മക്കൾക്ക് ചെയ്യാം. അതെന്താ അമ്മ അങ്ങനത്തെ ഒരു പറച്ചില്? ഒന്നില്ലെങ്കിൽ ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രിക്കാരിയല്ലേ? അതുകൊണ്ടല്ല അമ്മ പ്രത്യേകം പറഞ്ഞത് മക്കള് ചെയ്യണ്ടാന്ന്. അപ്പൊ എനിക്ക് ഇവിടെ വീട്ടിലുള്ള ഒരു ജോലിയും ചെയ്യണ്ടല്ലോ? അങ്ങനെയല്ല, പാചകം അവള് ചെയ്യട്ടെ, ബാക്കിയുള്ള ജോലിയൊക്കെ നീ ചെയ്യണം. അടിക്കുക, തുടക്കുക, മുറ്റടിച്ചു വരിക. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ തുണി മടക്കിയും വെക്കണം. ഓഹോ, ചേച്ചിക്ക് പാചകത്തിന്റെ പണി, ഞാൻ ഇവിടെ വൃത്തിയാക്കണം അല്ലേ? തൂത്തും തുടക്കുകയൊക്കെ ചെയ്യും അല്ലേ? എന്താ കുഴപ്പം? അതെ, എനിക്ക് ചെയ്യാൻ സൗകര്യം. ഇതിന്റെ പേരിൽ ഇനി അടി ഉണ്ടാവരുത്. തീയതി കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റും കുറെ ഉണക്ക ബില്ലും. എന്റെ ഭഗവാനെ, എന്നാണ് ഇതിനകത്തൊക്കെ നല്ല പിടയ്ക്കുന്ന നോട്ടുണ്ടാവുന്നത്? പാചകത്തിന്റെ ABCD അറിയാത്തവരാ എന്നെ പാചകം പഠിപ്പിക്കാൻ നിൽക്കുന്നത്. കഴിവ് തെളിയിക്കാൻ ഒരു അവസരം വേണ്ടി. എന്നാ മോളെ ഇങ്ങനെ ബുറുബുറുക്കുന്നേ? അച്ഛാ, എന്താ അച്ഛൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ളതല്ലേ? പിന്നെ അതിന്റെ അഭിപ്രായം എന്താ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ, ആകെ ടെൻഷൻ ആയിപ്പോ. വിട്ടുകള, മറന്നുകള. അതെന്താ അച്ഛാ അങ്ങനത്തെ ഒരു ടോക്ക്? അത്രയ്ക്ക് രുചിയായിരുന്നല്ലോ ഭക്ഷണത്തിന്, അത് ഓർമ്മിക്കാൻ പോലും എനിക്ക് പേടിയാ. അതെന്താന്ന് അറിയാ വെച്ചാ, അത് എന്റെ പ്രശ്നമല്ല. ഈ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ചേർക്കുന്നേ, ഇപ്പൊ എല്ലാം വരുന്ന മായം കലങ്ങിയതുള്ളതല്ലേ, അതുകൊണ്ടാണ് ഫുഡിന് ടേസ്റ്റ് ഇല്ലായിരുന്നത്. അടുത്തോണോട്ട് മോള് ഈ കുക്കിങ്ങിന് കയറുമ്പോ എന്നെ നേരത്തെ ഒന്ന് അറിയിക്കണം. നമുക്ക് അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്നും ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്നിട്ട് നിന്നെ കൊണ്ട് കറി വെപ്പിക്കാം. അത് കൊള്ളാതെ നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഞാൻ തകർക്കും. നീ തകർക്കും? എന്താ വെച്ചാ തകർക്കൂനൊരു ഇത്. നീ വലിയ ആളല്ലേ, അപ്പൊ ഞാനത് ഇങ്ങനെ സ്ട്രെസ്സിൽ തന്നെ പറയണമല്ലോ, അതുകൊണ്ടാ.
അപ്പൊ എന്റെ കഴിവിന് അച്ഛന് വിശ്വാസമില്ലല്ലേ? കഴിവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മോളെ. നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ തരുന്നത്. നമ്മൾ അതനുസരിച്ച് അങ്ങ് പോകണം. ആണോ? അപ്പൊ എനിക്ക് എന്ത് കഴിവുള്ളേ? നിനക്കുള്ള കഴിവ് ഞാൻ നന്നായിട്ട് പാട്ട് പാടും. അയ്യോ പാടല്ലേ, പാടുപെടും ഞങ്ങളെല്ലാരും. വേണ്ടല്ലേ? എന്നാ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കത്തില്ലേ? ഇതിന് ഡാൻസ് എന്നാണോ പറയുന്നത്? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ എനിക്ക് ഒരു കഴിവും ഇല്ല. കറക്റ്റ്. ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഒന്നിനും ഒരു കഴിവില്ല, അതാ വലിയ കഴിവ്. ഓഹോ, അങ്ങനെയാണല്ലേ? ആ, അമ്മ ടൂറിന് പോകുമ്പോഴേ ഈ വീട്ടിലത്ര ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഈ പാത്രം കഴുകാനും ഈ തൂത്ത് തുടയ്ക്കാനും ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല. എന്തൊരു പണിയാ? അമ്മ പോയി കഴിയുമ്പോൾ നിങ്ങളല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. അച്ഛനെന്താ പണി? അമ്മ ഉള്ളപ്പോ എന്നെ കൊണ്ടല്ലേ ഈ പണിയല്ലേ എടുപ്പിക്കുന്നത്. അമ്മ ഇല്ലാത്തപ്പോഴെങ്കിലും എനിക്ക് ഇത്ര റെസ്റ്റ് വേണ്ടേ? അങ്ങനെയാണെങ്കിലേ അമ്മ എടുത്ത് ടൂറ് പോകണ്ടെന്ന് പറ. ഫസ്റ്റ് നിന്റെ അമ്മയടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോകും. ഞാൻ ടൂർ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിച്ച് ടൂറിന് പോകും. അന്ന് ഒരു കാര്യം ചെയ്, അമ്മ എടുത്ത് ടൂറിന് പോവാൻ പറ. അപ്പൊ പോവാണ്ടിരിക്കുമല്ലോ. അത് ഐഡിയ. പക്ഷേ അവൾ ചിലപ്പോൾ ഈ കാര്യത്തിൽ എന്നെ അങ്ങ് അനുസരിച്ച് കളയും. അപ്പൊ ഈ കാര്യം ചെയ്യാം, വേറെന്തെങ്കിലും നമുക്ക് പണി ഉണ്ടാക്കി അമ്മയുടെ ടൂറ് പോക്കങ്ങ് മുടക്കാം. ആരായി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിനക്ക് ഒരു കഴിവില്ലെന്ന്. അതുകൊണ്ട് തിരിച്ചെടുത്തു. നിനക്ക് ഭയങ്കര കഴിവായ ചക്കരെ. എന്തിലാന്നറിയാവോ? ഇതുപോലത്തെ കുനിഷ്ഠ കാര്യങ്ങൾ പാരവയ്ക്കുന്നു. നീ മിടിക്കുക, അടിപൊളിയാ. അയ്യോ മക്കളെ, എനിക്ക് ശ്വാസം മുട്ടുന്നേ. എടാ വളരെ ഒരുപാടാ. അയ്യോ എന്നാ പറ്റി? എന്തോ ഒരു അറിയിപ്പില്ലാതൊരു ശ്വാസം മുട്ടല്. പിന്നെ നിനക്ക് തോന്നുമ്പോഴാണോ എനിക്ക് ശ്വാസം മുട്ടുന്നത്? ഒന്ന് പിടിച്ചേ, നിവർത്തി എടുത്തിട്ടാ. അയ്യോ ഒന്നും ഓടുവാടാ. നേരേക്ക് അച്ഛമ്മ. വിട്ടുപിടി. അയ്യോ പൊറോട്ട ആക്കിക്കേ, ചാരി ഇരുത്തിക്കേ. നീങ്ങിക്കേ. നീ എവിടെ ഇരുന്നേ? നീ എവിടെ ഇരുന്നേ? നിന്നെ ചാരി ഇരിക്കട്ടെ. അയ്യടാ. സമാനിക്ക് കേട്ടോ. അച്ഛമ്മക്ക് ശ്വാസം മുട്ടത് ചാകാറായി. അതിപ്പോ തീരും. ചാവല്ലോ. അല്ല, ശ്വാസം മുട്ടൽ ഇപ്പൊ മാറുന്നു. പോയില്ല, ഇപ്പൊ മാറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ശ്വാസം മുട്ട് മാറി. നീയാണോ തീരുമാനിക്കുന്നത് എനിക്ക് ശ്വാസം മുട്ട് മാറിയോന്നോ? നീ ഊട്ടിക്ക് പോണ്ട. അതെങ്ങനെയാ ശരിയാവുന്നേ? പിന്നെ എന്നെ നോക്കാൻ ആള് വേണ്ടേ? അതിന് ഇവിടെ 2 ദിവസം കഴിഞ്ഞല്ലേ ടൂറിന് പോകുന്നത്. അപ്പോഴത്തേക്കൊക്കെ അമ്മയുടെ ശ്വാസം മുട്ടൽ മാറും. എടാ എനിക്കറിയാം, നിനക്കറിയാമല്ലേ എനിക്ക് ഈ ശ്വാസം മുട്ട് 2 ആഴ്ച നിൽക്കുന്നു. 2 ആഴ്ച നിൽക്കുന്നു ശ്വാസം മുട്ടല്. 2 ആഴ്ചയല്ല 3 ആഴ്ച ആയാലും എനിക്ക് ടൂർ പോവാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോടാ നിന്റെ പെണ്ണുപിള്ളയുടെ വർത്താനം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പച്ചിനെ വിളിച്ചാലോ? ഐഡിയ അടിപൊളി. ഫോൺ ഇങ്ങോട്ട് ഇട്. എടാ വിളിക്കൊന്നും വേണ്ട, അവൾക്ക് ഭയങ്കര ജോലി തിരക്കൊക്കെയാ. നിങ്ങൾ വിളിക്കും. സരിതേ മോളെ, ഞാനാ പ്രകാശന. വീട്ടിലുണ്ടല്ലേ? പിന്നെ മോളെ നിനക്കൊരു ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഒരു 2 ദിവസത്തേക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വേറൊന്നും അല്ലടി. ആണോ? ഇന്ന് തന്നെ വരുമോ? അടിപൊളി. നീ പെട്ടെന്ന് വാ കേട്ടോ. അതെ, വേറൊന്നും അല്ല, അമ്മയ്ക്ക് ഒരു ചെറിയ ശ്വാസം മുട്ടല്. അപ്പൊ നിന്നെ കണ്ട ഒരു സന്തോഷമായിരിക്കുമല്ലോ. പുഷ്പയോ? അവള് മറ്റേ കുടുംബശ്രീ എങ്ങാണ്ട് ഊട്ടിയോ കൊടൈക്കനാലോ ഡൽഹിയോ എങ്ങാണ്ടൊക്കെ ടൂറിന് പോവുക. അവളിവിടെ ഉണ്ടാവത്തില്ല. ഹലോ, നീ അല്ലേ വരാന്ന് പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ തിരക്കാ? എടി ഹലോ ഹലോ. എന്താ അവള് പറഞ്ഞേ? നമുക്ക് വരാൻ പറ്റത്തില്ല, നമുക്ക് ജോലി തിരക്കാണ്. ആദ്യം സമ്മതിച്ചതാ വരാന്ന്, പെട്ടെന്ന് എല്ലാം മാറ്റി. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവക്ക് അമ്മയെ നോക്കാൻ പറ്റത്തില്ല, അത് തന്നെ കാരണം. എടി ഞാൻ പറഞ്ഞില്ല അവൾക്ക് തിരക്കുണ്ടായിട്ടായിരിക്കും അവള് വരാത്തത്. നീ നിന്നാ മതി, നീ എന്നെ നോക്കിയാ മതി, നീ ഒരിടത്ത് പോണ്ട. അത് നടക്കാത്ത കാര്യം അമ്മേ. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. മനസ്സിൽ വെച്ചാ മതി കേട്ടാ.
വിട്ടുപിടിച്ചൂടെ? പറ്റാ കുഞ്ഞെ, അവളോട് പോണ്ടെന്ന് പറയാനേ. പുഷ്പേ, പുഷ്പേ, എന്നാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? എന്തെങ്കിലും ഒരു അറേഞ്ച് ചെയ്യണം. അമ്മ ഇങ്ങനെ ശ്വാസം മുട്ടിയാൽ പറ്റത്തില്ല. നമുക്ക് ഒരാൾ നോക്കാനല്ലേ വേണ്ടത്? ദൈവള് നോക്കും. ഞാൻ നോക്കത്തൊന്നുമില്ല. മക്കള് നോക്കത്തില്ല? എന്നാ വേണ്ട, മധുവിനെ ഏൽപ്പിക്കാം. അവള് നല്ല പോലെ നോക്കിക്കോളും. ഓക്കെ, പോരെ? ഏതെങ്കിലും ഒരാൾ വേണമെന്നല്ലേ ഉള്ളൂ നമുക്ക്, അല്ലേ? എന്നാലും നിനക്കെന്നെ നോക്കാൻ മേല അല്ലേ അടി? അപ്പൊ എനിക്ക് എവിടെയും പോകുന്നു വേണ്ടേ? നിങ്ങളീ നോക്കിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയാ? അത് ശരിയാ. ഇങ്ങനെ ആക്കുന്ന എന്നാ? ശ്വാസം മുട്ടലില്ലേ? ഓ, പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ കുടിക്കാൻ വേണ്ടിട്ട്. വെള്ളം നിന്റെ കുട്ടിയോട് കൊടുക്കും. വെള്ളം എടുക്കാൻ വന്നിരിക്കും നമ്മള്. വേണോ? വെള്ളം കൊടുത്തരാൻ പോലും. റെഡിയായി. കണ്ട കണ്ട, ഇടക്കിടയ്ക്ക് കയറി വരുന്നു. ഞാൻ എന്നെ ചെയ്യാനും ഓരോരുത്തരുടെ ശരീരം എന്തുകൊണ്ട് അങ്ങനെ വരുന്നേന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരട്ടെ അമ്മയ്ക്ക്. എന്നെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരികയേ ചെയ്യില്ല. അതുകൊണ്ടാ ഞാനിവിടെ കിടന്ന് ചാവട്ടെ. അവളെ വിടറ, അവളെ വിട്. അവൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ തുള്ളാൻ പോട്ടെ. നീ നിന്റെ കാര്യത്തിന് പോവും, പിള്ളേര് ഫോണുമായിട്ട് നടക്കും. തള്ള ഇവിടെ കിടന്ന് ചാവട്ടെ. അതല്ലേ ഒക്കെ നിന്റെയൊക്കെ വിചാരം. ഒരു കുഴപ്പം വരികയല്ല, ധൈര്യമായിട്ടിരി. അവള് വീട്ടുകാരും വേണ്ടേ എന്റെ ശവം കാണാൻ വേണ്ടി അവിടെ ഇരിക്കണം. എന്നാലും പോകും. എന്തെല്ലാം അടവെടുത്താലും നടക്കില്ല. ചേച്ചി, എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോക്കി. നമ്മുടെ അമ്മേനെ ആരെങ്കിലും പറ്റിക്കുവാണ് ചേച്ചി ഇങ്ങനെ വാങ്ങി നോക്കി നിൽക്കൂല്ലേ? നമ്മുടെ അമ്മേനെ ആര് പറ്റിച്ച്? പച്ചയാണോ? അപ്പച്ചിയൊന്നും അല്ല, പിന്നെ ആരാ? നമ്മുടെ അച്ഛൻ. അച്ഛനാ? ആ, അച്ഛൻ എന്ത് ചെയ്ത്? അമ്മയ്ക്ക് ടൂർ പോകാനുള്ള വണ്ടി ആരാ സെറ്റ് ചെയ്ത് കൊടുത്താൻ? ആരാ? അച്ഛൻ. നല്ല കാര്യല്ലേ? നല്ല കാര്യമൊന്നും അല്ല. അച്ഛൻ ആ കൂടെ കുറെ കമ്മീഷനും പറ്റി, ഞാനത് അറിഞ്ഞു. എടാ, അച്ഛൻ ഈ കുഞ്ഞു കമ്മീഷൻ പറ്റിയിട്ടല്ലേ ജീവിക്കണേ? അവൻ ജീവിക്കട്ടെ. ചേച്ചി, കമ്മീഷന്റെ അല്ല, ഈ പോകുന്ന വണ്ടിയുടെ പേരാണ് അറിയോ ചേച്ചിക്ക്? ഇത് ഭൂലോക സുന്ദരി ട്രാവൽസ്. കൊള്ളാലോ, നല്ല പേരല്ലേ? കിണിക്കുന്ന എന്താണ് ചേച്ചി, അതൊരു പാട്ട കൊള്ളൂല്ലാത്ത വണ്ടി. അച്ഛനെക്കാട്ടിലും പ്രായമുണ്ടോ പാട്ട വണ്ടിക്ക്? അച്ഛൻ ഇമ്മാതിരി ഉടായ്പൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇറക്കൂ. പിന്നെ അതല്ലേ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് ഈ ടൂർ അങ്ങനെയെങ്കിലും മുടക്കണം. ഇപ്പൊ എന്ത് ചെയ്യാനാ? അമ്മ അടുത്ത് പോയി പറയുമ്പോ അങ്ങോട്ട് മോള് ചെല്ലി ചൂടിട്ടിട്ട് ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കാൻ വേണ്ടി. അച്ഛൻ ഓൾറെഡി അമ്മേനെ മൊത്തം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ കുറെ ആട്ടം കേട്ടോ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ആരടുത്ത് പറയും? എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അതിൽ ഉടായ്പ പ്ലാൻ ആയിരിക്കും. ഉടായ്പാണ്, എന്നെയാണോ നല്ല കാര്യം നടക്കാൻ വേണ്ടി നല്ലത് ചെയ്യാം, അങ്ങനെ ഭഗവത്ഗീത പറഞ്ഞേക്കുന്നത്. എന്താ പ്ലാൻ പറ. അത് നമുക്കേ മോഹിനി അതിനോട് ഈ കാര്യം പറയാം. ബെസ്റ്റ്. അമ്മേനെ എങ്ങനെ നാണം കെടുത്താന്ന് നോക്കിയിരിക്കണ ആളാ. ആളുടെ അടുത്ത് തന്നെ പോയി പറയും. ചേച്ചി, അമ്മ ആ ബസ്സേ കയറി ടൂർ പോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒരു കുഴി വെട്ടെങ്കിൽ മൂടിയാൽ മതി. അമ്മ നാണം കെട്ടു. അതാണോ ഭേദം, അതോ ടൂർ മുടക്കുന്നതാണോ ഭേദം? സഞ്ജു, നീ സത്യം പറ. നീ അച്ഛമ്മയുടെ കൂടെ കൂടി ഈ ടൂർ മുടക്കാനുള്ള പരിപാടിയല്ലേ? എന്തോന്ന് അച്ഛമ്മ കുച്ചമ്മ? എനിക്ക് ഈ അഴിമതി ഒന്നും എനിക്ക് സഹിക്കൂല. അതുകൊണ്ട് ഞാനിത് എങ്ങനെങ്കിലും മുടക്കും. അച്ഛമ്മയൊന്നും എന്നെ വിട്ടൊന്നും അല്ല, എനിക്കത് അറിയാം. എടാ, നീ ആയിട്ട് അമ്മേനെ ടൂർ കൊണ്ടുപോകോ? ഇല്ലല്ലോ. ആ അമ്മ പാവൻ ടൂർ വന്നു വെച്ച് സന്തോഷിച്ചിരിക്കാം. വെറുതെ ഇതെങ്ങാനും നീ മുടക്കാൻ നിന്നെ കൊഴുത്തിയോട് ഓടിച്ചെടുക്കും. ഞാൻ എൻ്റെ അമ്മയെ നല്ല അന്തസ്സായിട്ട് ടൂർ കൊണ്ടുപോകും. എനിക്ക് അഴിമതിയുടെ കേസൊന്നും ഞാൻ വെച്ച് ഉറപ്പിക്കൂല. ഞാനിത് എങ്ങനെങ്കിലും മുടക്കും. ഞാൻ കുളമാക്കി കായ് കൊടുക്കും. നീ ഉണ്ട മുടക്കും. ചേച്ചിക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ അമ്മയുടെ അടുത്ത്? ഇങ്ങനെ പൈസ വാങ്ങിക്കൂല്ലോ, അത് ചെയ്യാൻ ഇത് ചെയ്യാൻ. അത് അപ്പൊ ഇച്ചിരി ഒരു സ്നേഹം നന്ദി നമ്മൾ മക്കൾ കാണിക്കണം, മനസ്സിലായില്ലേ? എടി, ഞാനല്ലല്ലോ മുടക്കാൻ നോക്കണം, നീയല്ലേ മുടക്കാൻ നോക്കണേ. മുടക്കുന്നെന്ന് വെച്ചാൽ നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ മുടക്കാൻ നോക്കുന്നു. അമ്മ പോയി നാണം കെടുന്നാണ് ചേച്ചിക്ക് വേണ്ട. എന്നാ അമ്മ പോയി നാണം കെടട്ടെ. എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ കുറച്ച് സ്നേഹവും സിമ്പതിയൊക്കെ. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ എന്താ എഴുതാനെ? എനിക്ക് നല്ല സംശയമുണ്ട് നിന്റെ ഇത് ഉടായ്പ പ്ലാൻ ആണോ? ഇത്രയും ഞാൻ ഇവിടെ വന്ന് വെമ്പി വെമ്പി പറയുമ്പോ തന്നെ ഉടായിപ്പാന്നാ. നിന്റെ വെമ്പലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇത് നടക്കി പോകുന്നില്ല. എങ്ങാനിത് മുടക്കിയാ ചേക്കാ? ചേച്ചി പിന്നെ എന്തോ ചേച്ചി എന്നാ പറ, ഇങ്ങനെ അച്ഛനാണെ കുറെ കമ്മീഷൻ കിട്ടി അച്ഛനിലാവും. അപ്പൊ ആ അമ്മയാണ് സന്തോഷിച്ചത്. കാരണം അമ്മ പോയി ബസ്സേ കയറുന്ന നിമിഷം ഇവരെല്ലാം കൂടെ അമ്മയെ കൂട്ടത്തോടെ കളിയാക്കും. വണ്ടി വഴി നിന്ന് പോയാൽ എന്തോ ചെയ്യും? ഒരു നല്ല സീറ്റ് ഉണ്ടോ വണ്ടിക്കില്ല.
ഭൂലോക സുന്ദരി. ഇന്ന് നിന്നാരാ വണ്ടിക്ക് ഭൂലോക സുന്ദരി എന്ന് പേരിടുന്നത്? സത്യമാണോ നീ പറഞ്ഞതൊക്കെ? പിന്നെ ഇത്ര ഞാൻ നുണ വന്നുണ്ടാക്കി പറയാൻ എനിക്ക് എന്താ അപ്പച്ചിയുടെ സ്വഭാവമാണ്? എന്ത് ചെയ്യാനാ? ഇത് തന്നെ ഉള്ളൂ. ഞാനിത് എങ്ങനെയും ചെയ്തോളാം. തൂത്ത് മാറിക്കൊണ്ടിരുന്നു. നീ ഓടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മാധു. പട്ടി വൃത്തികെട്ടവൻ. വൃത്തികെട്ടോ നിന്റെ അച്ഛനും മോളും ഒക്കെ ഒരേ കണക്ക്. നന്ദിയില്ല, സ്നേഹമില്ല. ഒന്നല്ലടാ പന്നി. പൈസ വേണമെങ്കിൽ അമ്മ, പൈസ വേണമെങ്കിൽ അമ്മ വേണം, കാര്യം നടക്കാൻ അമ്മ വേണം, കുടുംബശ്രീ ഫണ്ട് അമ്മയുടെന്ന്. എന്നിട്ട് അമ്മയെ നാണം കെടുത്താൻ അച്ഛനും മോക്ക് ഒരു ഉളപ്പോയി. എന്റെ അമ്മ ഇവിടെ കിടന്ന് അനുഭവിക്കും നീ എല്ലാം കാരണം. നിനക്ക് പിന്നെ അയൽവക്കാരാണല്ലോ പൈസ തരണേ. അതിന് നന്ദിയെ കാണിക്കുന്നുണ്ട് വീട്ടിൽ. ഓ എന്നെ തള്ളി ഞാൻ ഒന്നാമത് ഇവിടെ പ്രാതളകി നിൽക്കുക. എന്നെ ചുമ്മാ ചൊറിയല്ലേ മധു. കൂടെ നിൽക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഈ പുണ്യം നിനക്ക് കിട്ടും. ആ കൂടെ നിൽക്കാൻ പറ്റില്ല. ഉറപ്പാ? ആ ഉറപ്പാ. എന്തേ ശരിയല്ല. മര്യാദക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പൊക്കോ. എവിടെ വെക്കണം? ആ മര്യാദക്ക് വെക്ക്. നിന്റെ തലയിലോട്ട് വെച്ച്. മര്യാദക്ക് വെച്ച സഞ്ജു വെക്കടാ. എന്തായാലും പണിയെടുക്കല്ലോ അങ്ങ് എടുത്തോ. ഇതൊക്കെ ഇനി എന്തോ എടുത്തു വെക്കാം. അതൊക്കെ തൂത്ത് വരാം. എന്നൊക്കെ എന്നേലൊക്കെ സഹായം ചെയ്യും. രണ്ടെണ്ണം ഇല്ലേ പെമ്മക്കള്. എന്നേലും ഗുണമുണ്ടോ? അല്ല നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നെ കൊണ്ട് വീട്ടിന് ഗുണമുള്ളൂ. എന്നെ കൊണ്ട് തുപ്പിടല്ലേടാ പട്ടി. ഒരു സുഖം കിട്ടുന്നില്ല. അമ്മേ! ഈ ചെക്കന് ഭ്രാന്താ അമ്മേ. കറക്റ്റ് ചെക്കൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്റെ റംലെ, നീ ഇപ്പോഴേ പൈസക്ക് കണക്ക് പറഞ്ഞാലോ? ഇനി എന്തെല്ലാം ചെലവുകളുണ്ട്. വരവ് ചെലവൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. ആ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇനി ടൂർ പോകാൻ തയ്യാറായിക്കോട്ടോ. ആ പ്രസിഡന്റ്, എന്നാ പിന്നെ നമുക്ക് മീറ്റിംഗ് നിർത്തിക്കൂടെ? ശരി. ഒന്നുമില്ല, അടിപൊളിയാട്ടോ. നിന്റെ നേതൃപാഠവും ഗംഭീരമാണ്. ഓ, നിങ്ങളെ കൂടെ ജീവിക്കുന്ന അത്രയൊന്നും വരില്ല നേതൃപാഠവും. കഷ്ടം. ഒന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കത്തില്ല. ഇനി നിന്റെ ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാ ഇത് മനസ്സിലാകുകയല്ല. മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവൂ. നീയേ ഇവിടുന്ന് പോകാൻ പോയപ്പം അമ്മ പാരയായിട്ട് ഇറങ്ങിയതാ നിന്നെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരൊറ്റയാൾ ഇടപെട്ടുകൊണ്ടാണ് നിനക്ക് പോകാൻ പെർമിഷൻ കിട്ടുന്നത്. അതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി. അയ്യ, അല്ലെങ്കിലും ഞാൻ പോവും. അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോവോ? പോവും. അടിപൊളി. അമ്മായിമ്മ പറഞ്ഞാലും നമ്മളനുസരിക്കത്തില്ല. ഇനി ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുവോ? ഒട്ടും കേൾക്കത്തില്ല. ഇതാടി നേതൃപാഠം. അതെങ്ങനെയാ ബാക്കിയുള്ളവരോട് സ്നേഹമോ അനുകമ്പയോ അങ്ങനെ എന്തെങ്കിലും വേണ്ട? ഒരു കൊന്തോ ഇല്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ഊട്ടി പോയിട്ട് വരും. നിങ്ങൾക്ക് എന്താ കൊണ്ടുവരണ്ടേ? കാര്യമായിട്ടാണോ? അതൊക്കെ കാര്യമായിട്ടാ. ഞാനേ ഇത്രയും കാലം ഊട്ടി പോയിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരുതരം മദ്യമുണ്ട്, അടിപൊളിയാ. അതൊരു കുപ്പി മേടിച്ചോണ്ട് വരാമോ? ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചേ. നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ്സോ മങ്കി ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാന്നാ ഉദ്ദേശിച്ചത്. കൂളിംഗ് ഗ്ലാസ് മങ്കി ക്ലാപ്പ് ഇളയ ചെറുക്കനെ കൊടുത്ത് അവൻ വലിച്ച് നിന്റെ മോന്തയ്ക്ക് എറിയും. അതാണ് എനിക്ക് മേടിച്ചോണ്ട് വരുന്നത്. പിന്നെ ഞാൻ മദ്യം മേടിച്ചോണ്ട് വരണോ? ഇല്ലെങ്കിൽ വേണ്ട. ഈ മഞ്ഞു മൂടി നിൽക്കുന്ന ഊട്ടി പർവ്വത നിരകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന ഇവിടുത്തെ ഊട്ടി പൂക്കളുണ്ടല്ലോ, അതൊരെണ്ണം കൊണ്ട് തരാമോ? ഇത് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട്. എനിക്കതല്ലേ പണി. അടുത്ത ഊട്ടി പൂക്കൾ പറിക്കാൻ പോക്ക്. പൈങ്കിളി വർത്താനം കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പൈങ്കിളി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. ഉദാത്തമായത്, താത്വികമായത്. മഞ്ഞു മലകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഊട്ടി പൂക്കൾ പ്രിയതമ്മ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരട്ടെ. ഇങ്ങനെ പറഞ്ഞാ മതിയോ? അത് പൈങ്കിളിയല്ലേ? പിന്നെ എങ്ങനെ പറയണം? അപ്പോ നിന്റെ മുഖത്ത് നോക്കിയാ റൊമാൻസ് മരുന്നില്ല, ഒന്നും വരും. ആ, നിങ്ങൾ റൊമാൻസും പറഞ്ഞ് ഇവിടെ ഇരുന്നോ. എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. റൊമാൻസിനെ പറ്റിയ ചളുക്ക് അരയിഞ്ച് നീളമുള്ള മുടി, ശ്വാസം മുട്ടലിന്റെ പ്ലാനൊക്കെ ചീറ്റിപ്പോയല്ലേ? നിന്റെ കാര്യം നോക്കടാ ഇറക്കാം.
എന്റെ പൊന്നച്ചമ്മ ഞാൻ പറഞ്ഞാലും എല്ലാം ചെയ്താൽ പോലായിരുന്നു. നീ പറഞ്ഞ പോലെ വണ്ടിയുടെ മുമ്പിൽ ചാടണം. ഈ ശ്വാസമുടലൊക്കെ അങ്ങ് പണ്ടത്തെ പരിപാടി, അതൊന്നും ഇപ്പൊ ഏക്കൂല. വണ്ടിയുടെ മുന്നിൽ ചാടുമായിരുന്നെങ്കിൽ അമ്മ പോകത്തുമില്ലായിരുന്നു, അച്ചമ്മയ്ക്ക് ഫ്രീ ട്രീറ്റ്മെന്റും കിട്ടിയേനെ, സുഖ ചികിത്സ.